ഹലോ ഗായ്സ്, ഇന്ന് ഖത്തറിലെ ഒരു ഷോപ്പിംഗ് ഡേ കണ്ടാലോ. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഹരിച്ചേട്ടൻ അവൈലബിൾ ആയിരുന്നില്ല. അപ്പോഴാണ് സ്നേഹിച്ചേച്ചി പറഞ്ഞത് കുറച്ച് ഹൗസ് ഹോൾഡ് ഐറ്റംസ് വാങ്ങിക്കാണ്ടെന്ന്. അപ്പം ഞങ്ങളും ചാടി കയറിപ്പോയി. നമുക്ക് ഹൗസ് ഹോൾഡ് ഐറ്റംസും വാങ്ങിക്കാം, ചെറിയൊരു ഷോപ്പിങ്ങും ഞങ്ങൾക്ക് നടത്താമല്ലോ. അങ്ങനെ നമ്മൾ ഊബറിലാണ് പോയത്, അവരുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സഫാരി ഹൈപ്പർ മാർക്കറ്റിലേക്ക്. നോക്കൂ, നമ്മളെവിടെയാ? ബാക്കിലേക്ക് അനീഷ് കുറച്ച് വിൻ്റർ ജാക്കറ്റ്സ് ഒക്കെ ഇട്ട് നോക്കുകയാണ്. പിന്നെ ഞാൻ നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രൈപോഡൊക്കെ നോക്കായിരുന്നു. ഗ്രോസറി ഷോപ്പിങ്ങിന് മുമ്പേ ഞങ്ങളുടെ ഷോപ്പിങ്ങാണ് ആദ്യം നടത്തിയത് ഗൈസ്. അങ്ങനെ കുറച്ച് ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ നോക്കി കുറച്ച് ഐറ്റംസ് ഞങ്ങൾ ഷോപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഹോൾ വീഡിയോയിൽ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ലോവർ ഫ്ലോറിലേക്ക് എത്തി ഗ്രോസറി ഷോപ്പിങ്ങിനായിട്ട്. സാധനങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ഫിഷിൻ്റെ സെഷനിലേക്കാണ് പോയത്. ഫിഷ് ഒന്നും വാങ്ങിച്ചില്ല, ചിക്കനാണ് വാങ്ങിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾ സെഷൻസിലൊക്കെ പോയി അതൊക്കെ നോക്കി ഞങ്ങൾ സഫാരി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. Hi guys. Hi. What are you drinking? Juice. മെയിൻ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്തത് സ്നേഹിച്ചേച്ചാട്ടോ. ഞാനും വസും അനീഷനും വെറുതെ നിൽക്കായിരുന്നു. അത് കഴിഞ്ഞ് ഷോപ്പിങ്ങിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങൾ സഫാരിയുടെ അകത്ത് തന്നെയുള്ളൊരു തട്ടുകട ടീ സ്റ്റോളിലേക്കാണ് പോയത്. ഈ സ്റ്റോൾ കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. പണ്ടത്തെ സിനിമയുടെ പോസ്റ്റേഴ്സൊക്കെ ഈ സ്റ്റോളിൻ്റെ 4 സൈഡിലും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പലഹാരങ്ങളൊക്കെ ഇങ്ങനെ ആ ചില്ലുംകൂട്ടിൻ്റെ അകത്ത് ഇങ്ങനെ അടക്കി വെച്ചേക്കണ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. മേലെ നോക്കിക്കേ ഇങ്ങനെ ന്യൂസ് പേപ്പേഴ്സും മാഗസീൻസൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് തന്നെ. ഒരുപാട് സ്നാക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്നാക്സൊക്കെ ഞങ്ങൾ മിക്സ് ചെയ്തെടുത്തു, ചായയൊക്കെ എടുത്തു. അങ്ങനെ ചായയും പലഹാരമൊക്കെ കഴിച്ച് ഷോപ്പിങ്ങിൻ്റെ ക്ഷീണം ചെറിയ രീതിയിൽ ഞങ്ങളൊന്ന് ശമിപ്പിച്ചു. അങ്ങനെ ചായയുടെയും കഴിഞ്ഞു. വാങ്ങിച്ച സാധനങ്ങളെല്ലാം ബില്ല് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും സമയം 5 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴേക്കും ഹരിച്ചേട്ടൻ വിളിച്ചായിരുന്നു, ഡ്യൂട്ടി കഴിഞ്ഞ് ചേട്ടൻ എത്താറായി. അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ട് ഓഫ് വിശപ്പിന് സമയമായതുകൊണ്ട് നമ്മൾ അടുത്തുള്ളൊരു ഷവർമ സ്പോട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് കട. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം എടുത്ത് നമ്മളിതാ നടക്കാനായിട്ട് തുടങ്ങി. ചേട്ടൻ അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. ആ കാണുന്നതാണ് അൽക്കോർ മോള്. അത് അവരുടെ വീടിൻ്റെ അടുത്താണ്. ആ മോളുടെ അകത്താണ് ലുലു, പിന്നെ എൻ്റെ ഓപ്പോസിറ്റ് സഫാരി, അതിൻ്റെ അപ്പുറത്ത് അൻസാർ ഗാലറി. ഓട്ടോമാൻ ഹൗസ് ഇതൊരു ടർക്കിഷ് റെസ്റ്റോറൻ്റ് ആണ്. ആൻഡ് ഇവിടുത്തെ ഷവർമ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണെന്ന് ഞാൻ പറയും ഗൈസ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ പറഞ്ഞത് സ്മോൾ ഷവർമയായിരുന്നു, പക്ഷെ അത് തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഒരെണ്ണം ഫുള്ള് കഴിച്ചപ്പോൾ തന്നെ നമുക്ക് നല്ല ഫില്ലിംഗ് ആയിട്ട് തോന്നും. പോയ റെസ്റ്റോറൻറ്റ്സും സ്ഥലങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇഫ് യു ഗൈസ് ലൈക്ക് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഈ റെസ്റ്റോറൻറ്റിൽ പിന്നെ ഷവർമ മാത്രമല്ല കേട്ടോ ഗൈസ്, വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സ്വീറ്റ്സ് ഒന്നും വാങ്ങിച്ചില്ല. വേഗം തന്നെ ഷവർമയൊക്കെ ടേക്ക് അവേ ആക്കി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി ഗൈസ്. വീടെത്തിയ ഉടൻ തന്നെ ഹരിച്ചേട്ടനും അനീഷും കൂടി ഷവർമയൊക്കെ തട്ടി ഗൈസ്. ഞാനും സ്നേഹിച്ചേച്ചിയും പിന്നെയാണ് കഴിച്ചത്. ഷവർമ നേരത്തെ പറഞ്ഞ പോലെ അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും സ്നേഹിച്ചേച്ചിയും വസു ബേബിയും കൂടി അടുത്ത റൗണ്ട് ഓഫ് ഷോപ്പിങ്ങിനായിട്ട് ഇവരുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അൻസാർ ഗാലറിയിലേക്ക് പോകുന്നു. ഇവിടെ ഞങ്ങൾ ഹോം ഡെക്കറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഗൈസ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ ഹോം ഡെക്കർ ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്കും അനീഷിനും കുറേ ഐറ്റംസ് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം നമുക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. ഞങ്ങളെല്ലാം നോട്ടിട്ട് പോന്നിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും നമ്മൾ ബൈ റോഡ് ഖത്തറിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം നമുക്ക് വാങ്ങിക്കാം. ഞാൻ ഒന്നും ഷോപ്പ് ചെയ്തില്ല എന്ന് പറയുന്നില്ല ഗൈസ്. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഹോൾ വീഡിയോയിൽ വിശദമായിട്ട് കാണിച്ചു തരാം.
Butterfly. നമ്മളൊന്നും ഷോപ്പ് ചെയ്തൊന്നും പോകുന്നില്ല കേട്ടോ ഗൈസ്. ഇവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഹോൾ വീഡിയോയിൽ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഞങ്ങളിതാ വേഗം ബില്ലൊക്കെ ചെയ്തു. നമ്മൾ നടന്ന് തന്നെയാണ് വീട്ടിലേക്ക് പോയത്. കാര്യം തൊട്ടടുത്ത് തന്നെയായിരുന്നു അൻസാർ ഗാലറി. അങ്ങനെ ഞാൻ വാങ്ങിച്ച സാധനങ്ങളെല്ലാം അപ്പം തന്നെ വേഗം പാക്ക് ചെയ്തൊക്കെ എല്ലാം വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഷവർമയൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഡേ അവസാനിപ്പിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.